മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയെ ഏൽപ്പിച്ച കാര്യമാണ്, എൻ്റെ കടങ്ങൾക്ക് ഇതുവരെയും ഒരു വഴിയും കണ്ടെത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ എന്നോട് ഒരു ദിവസം എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ നിൻ്റെ കമ്പനിയിലേക്ക് ഒരു ലെറ്റർ എഴുതാൻ. എൻ്റെ പേര് സുജ ആൻ്റണി. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2022 നവംബർ 28 ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വരുമ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് വന്നത്. ഇപ്പം ഞാനിവിടെ ഈ ഉടമ്പടി പുതുക്കി നിൽക്കുന്നത് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ്. ഞാൻ എൻ്റെ 6ാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത് എന്നെ വിശുദ്ധീകരിക്കുകയും എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ചെയ്യണമെന്നാണ്. അതിന് എനിക്ക് എൻ്റെ ഈശോ വളരെയേറെ ഒരു നല്ല അനുഭവം തന്നു. അതായത് ഞാൻ കുമ്പസാരിച്ചിട്ട് വളരെ നാളുകളായിരുന്നു. ഒരുപാട് നാളുകളായിരുന്നു. അത് ഒന്ന് കോവിഡിൻ്റെ ആ ഒരു ടൈം, പിന്നെ ഞാൻ ഒരുപാട് ദുഃഖത്തിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 2 വർഷമാകുന്നു. അപ്പോൾ ഒരു മാനസികമായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയതിന് ശേഷം എൻ്റെ ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ ചോദിച്ചു, നിയോഗങ്ങൾ വല്ലതും സാധിച്ചോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പം സിസ്റ്റർ പറഞ്ഞു, ഈ കുമ്പസാരിക്കാത്തത് കൊണ്ടാണ് നിയോഗങ്ങളൊന്നും സാധിച്ച് കിട്ടാത്തത്. അപ്പോൾ ആദ്യം പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വളരെ വളരെ ഒരുങ്ങി കുമ്പസാരിക്കാൻ പോയി. ഒരു ആശ്രമപ്പള്ളിയിലാണ് പോയത്. അവിടെ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കുമ്പോൾ ആദ്യം തുടങ്ങി അവസാനം വരെ ഞാൻ കരയുകയായിരുന്നു. അച്ഛന് കാര്യങ്ങൾ മനസ്സിലായോ എന്ന് പോലും എനിക്ക് സംശയം തോന്നി. അത് കഴിഞ്ഞ് അച്ഛൻ ചോദിച്ചു, എന്താണ് ഇത്രയും ദുഃഖം? അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പരിഹാരക്രിയകൾ പറഞ്ഞ് ഞാൻ ഈ ക്രൂശിലെ രൂപത്തിലേക്ക് നോക്കി ഈശോയോട് വീണ്ടും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ, പിതാവേ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു. നിൻ്റെ മകളെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യയല്ല. എങ്കിലും അങ്ങ് എൻ്റെ പാപങ്ങൾ പുറത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ അൾത്താരയുടെ ആ ക്രൂശിത രൂപത്തിൽ നിന്നും ഒരു പ്രകാശം എന്നിലേക്ക് വരികയും ഒരു കറണ്ട് അനുഭവിക്കുന്നത്, ഒരു വൈബ്രേഷൻ എന്നിൽ ഉണ്ടാവുകയും ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെയും ആ ഒരു ഫീലാണ് എനിക്കുള്ളത്. എൻ്റെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി. ഇത് ആദ്യം വെച്ച് എൻ്റെ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ, അതായത് എനിക്ക് 5.25 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അപ്പോൾ ഈ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് പ്രോപ്പർട്ടി ആയിട്ട് വല്ല, ഇവിടെ അച്ഛൻ്റെ ടോക്കിൽ അച്ഛൻ ചോദിക്കും, ഈ കടബാധ്യതമായിട്ട് വരുന്നവർ എന്തെങ്കിലും വിൽക്കാനുണ്ടോ അങ്ങനെയൊക്കെ. പക്ഷേ അപ്പം ഞാൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് സങ്കടവും വരും, സന്തോഷവും വരും. സങ്കടം വരുന്നത് എൻ്റെ കയ്യിൽ എനിക്ക് വിൽക്കാനൊന്നുമില്ല, സഹായിക്കാനും ആരുമില്ല. എന്നാൽ സന്തോഷം വരുന്നത് അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെ ഈ കടബാധ്യത തീരെ, ഒന്നാമത് എനിക്ക് ഈ കടം മറ്റുള്ളവരോട് ചോദിക്കാൻ മടിയാണ്, കടം വീടാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയെ ഏൽപ്പിച്ച കാര്യമാണ്, എൻ്റെ കടങ്ങൾക്ക് ഇതുവരെയും ഒരു വഴിയും കണ്ടെത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ എന്നോട് ഒരു ദിവസം എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ നിൻ്റെ കമ്പനിയിലേക്ക് ഒരു ലെറ്റർ എഴുതാൻ. അപ്പം അതും ഞാനിങ്ങനെ ആലോചിച്ചു. 2 ദിവസം അങ്ങനെ പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ എന്തായാലും തീരുമാനിച്ചു, എന്തായാലും ഒരു റിക്വസ്റ്റ് ലെറ്റർ കമ്പനിയിലേക്ക് എഴുതാം. അപ്പം ഞാനൊരു പേപ്പർ എടുത്ത് കാശ് രൂപം വെച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി റിക്വസ്റ്റ് ലെറ്റർ എഴുതി കൊടുത്തു. ഒരു 20-25 ദിവസമായിട്ടും എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അതിന് ശേഷം ഞാൻ അമ്മയോട് വീണ്ടും പ്രാർത്ഥിച്ചു, ഞാൻ അമ്മയോട് അപേക്ഷിച്ച് അമ്മ ഏൽപ്പിച്ചൊരു കാര്യമാണ്, എനിക്ക് ഇതുവരെ അതിനൊരു റിപ്ലൈ കിട്ടിയില്ല. അമ്മ ഇടപെടണം, അമ്മ പോയി അത് അപ്രൂവൽ എടുത്ത് തന്നാൽ. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓഫീസിൽ മാനേജ്മെൻറ്റ് ടീം എന്നെ ഒരു മീറ്റിങ്ങിൽ വിളിച്ച് എന്നോട് സംസാരിച്ചു. എന്താണ് ഇത്രയിടം കടയൊക്കെ വന്നതെന്ന് ഞങ്ങൾക്കറിയാം, ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ താൻ ഒറ്റയ്ക്കാണ് കുടുംബം പോറ്റുന്നത്, മകൾ പഠിക്കുകയാണ്. പക്ഷേ സ്പെഷ്യൽ കേസ് നമ്മളിത് അപ്രൂവ് ചെയ്ത് തരാം, പക്ഷേ ഇത് ഇനിയും കടമൊന്നും ആക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് 67ാമത്തെ ദിവസം ഈ 5.25 ലക്ഷം രൂപ അവരെൻ്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് തരികയും, അതായത് ഞാൻ 26,000 രൂപ മാസം EMI അടച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം എനിക്ക് വെറും 7,000 രൂപ അടച്ചാൽ മതി. അതായത് സാലറിയിൽ നിന്ന് 7,000 രൂപ അവർ കട്ട് ചെയ്യും.
അങ്ങനെ ആക്കി തന്നു. ഇതൊന്നും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. പിന്നെ ഉള്ളത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ചേച്ചി ഒരു അക്രൈസ്തവയാണ്. അപ്പോൾ ചേച്ചി എന്നോട്, ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചേച്ചിയുടെ ഹിപ്പ് തൊട്ട് കാൽപാദം വരെ ഭയങ്കര വേദനയാണ്, ഇരിക്കാനും നിൽക്കാനും ഒന്നും വയ്യ, വോക്കർ ഉപയോഗിച്ചാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ, വീട്ടിലുള്ള മൂവ്മെൻറ്റ് വോക്കർ ഉപയോഗിച്ചാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ നിയോഗം ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് നെക്സ്റ്റ് ഡേയിൽ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതിനു മുമ്പ് ഒരുപാട് ഡോക്ടറെ മാറി മാറി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് സർജറി ചെയ്യണം, അല്ലാതൊരു ഒന്നും ശരിയാകില്ല, ചെയ്താലും സക്സസ് ആകുമോ ഇല്ലോ എന്ന് പറയാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേച്ചിക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് തൊട്ടടുത്ത ദിവസം ബോംബെയിലെ ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ കിട്ടി. ആ ഡോക്ടർ പറഞ്ഞു, 2 മാസം എന്തായാലും സർജറി ചെയ്യേണ്ട, മരുന്ന് കൊണ്ട് നമുക്ക് നോക്കാം. ഇപ്പം 2 മാസം കഴിഞ്ഞു, അതായത് 4ാമത്തെ മാസമാണ്. ചേച്ചിക്ക് സർജറി വേണ്ടി വന്നിട്ടില്ല. ബോംബെയിലായിരുന്ന ചേച്ചി ഇപ്പോൾ ട്രാവൽ ചെയ്ത് നാട്ടിൽ വന്നിട്ടുണ്ട്. ചേച്ചി അച്ഛൻ്റെ ടോക്കുകളും അതുപോലെ സാക്ഷ്യങ്ങളും ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ചേച്ചി ഒരു സാക്ഷിയായി മാറ്റണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ചേച്ചിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ഞാൻ 18 വർഷമായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഉറക്കമില്ലായിരുന്നു. 2 അല്ലെങ്കിൽ 3 മണിക്കൂർ മാത്രമാണ് ഞാൻ ഉറങ്ങിയിരുന്നത്. എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഞാൻ ജോലിക്ക് പോകുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഉടമ്പടിയിൽ വെച്ചതൊന്നുമല്ല, അത് ഉടമ്പടി വെക്കാത്ത കാര്യമാണ്. ഞാൻ ഉടമ്പടി എടുത്ത് പോയി അന്ന് വൈകുന്നേരം തുടങ്ങി ഞാൻ 6 മണിക്കൂർ വീതം ഉറങ്ങുന്നുണ്ട്. ഇതുവരെയും അതിനൊരു തടസ്സം വന്നിട്ടില്ല. അതുപോലെ എൻ്റെ കാലിൽ, ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഞാൻ പ്രഗ്നൻസിയിൽ എനിക്ക് ഒരുപാട് വർഷമായിട്ട് ഞാൻ ഡയബറ്റിക്കാണ്. അപ്പം എൻ്റെ കാലിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ഭയങ്കര പെയിനാണ്. എനിക്ക് ചെരുപ്പിടുവാൻ പോലും ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ 2 വീലറിലാണ് പോകുന്നത്. അപ്പോൾ അതിന് കാലിൽ നിന്ന് ചെരുപ്പ് ഊരി പോയിട്ട് പോലും അറിയാം. ചില സമയത്ത് സ്പർശനം പോലും ഇല്ല, ചില സമയത്ത് വേദന കൂടുതലാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഉടമ്പടി തൈലം പുരട്ടി എനിക്ക് അതിന് സൗഖ്യം കിട്ടി. ഇതൊന്നും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അമ്മ തന്ന അനുഗ്രഹങ്ങളാണ്. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും 100,000 നന്ദി പറയുന്നു. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമെന്നാണ് മോശ കർത്താവിനോട് പറയുക. ഉടമ്പടിയുടെ വഴികൾ എന്നത് കർത്താവ് കൂടെ വന്ന് കാണിച്ചു തരുന്ന വഴികളാണ്. ഇവിടെ സുജ ആൻ്റണി എന്ന മകളുടെ ജീവിതത്തിൽ ഈ മകള് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, എന്നാൽ നിയോഗങ്ങളൊന്നും സാധിക്കാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ മകള് തന്നെ വിശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വർഷങ്ങളായി ഒരു കുമ്പസാരം നടത്തിയിട്ട്, ആദ്യമേ ഈ മകൾ അതിനാണ് പ്രാധാന്യം കൊടുത്തത്. അങ്ങനെ തന്നെ വിശുദ്ധീകരിച്ച് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നീട് ഈ മകൾക്ക് കിട്ടുന്നത് ഒത്തിരിയേറെ കൃപകളാണ്. അതായത് തൻ്റെ കടബാധ്യത മാറ്റിക്കൊടുക്കുവാൻ അതിനൊരു വഴി തുറന്നു കിട്ടുകയാണ്. അതാണ് ഉടമ്പടിയിലൂടെ വരുന്ന പുതിയ പുതിയ വഴികൾ. അതുപോലെ ഒരു സ്പെഷ്യൽ ലോൺ അപ്രൂവ് ചെയ്യുകയാണ് കമ്പനി തന്നെ. അങ്ങനെ ആ കടബാധ്യതയിൽ നിന്ന് ഈ മകൾക്ക് ആശ്വാസം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് 6 മണിക്കൂർ സുഖമായിട്ട് യാതൊരു ടെൻഷനുമില്ലാതെ, ശല്യവും ഇല്ലാതെ നന്നായിട്ട് ഉറങ്ങുവാൻ കഴിയുന്നു എന്നാണ് പറയുക. 18 വർഷമായിട്ട് ഉറങ്ങാൻ പറ്റാത്തത്. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ 4 വർഷമായിട്ട് കാലിലില്ലായിരുന്നു. അതിന് മെഡിസിൻ എടുത്തിട്ടും കുറവൊന്നും ഉണ്ടാകാതിരുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഈ മകൾക്ക് അതിൽ നിന്നൊക്കെ സൗഖ്യം കിട്ടുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം.